അവൻ മെല്ലെ മുന്നോട്ടാഞ്ഞു. താഴെ ആർത്തലച്ചൊഴുകുന്ന അരുവിയുടെ ശബ്ദം മാത്രം. ഒത്തിരി അറ്റത്തേക്ക് പോകണ്ടാട്ടോ മോനെ, ചിലപ്പോ പിന്നെ ചിന്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നല്ല വഴുക്കലുണ്ട്. ആ ശബ്ദം കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞ് പുറകിലേക്ക് മാറി. ആ ഭ്രാന്തിത്തള്ളയാണ്. പണ്ട് അവരുടെ മകനും ഈ പാറയുടെ മുകളിൽ നിന്നാണ് വീണ് മരിച്ചത്. അവൻ ഓർത്തു. പണ്ട് എന്റെ മോനും താഴേക്കുള്ള ദൂരം നോക്കിപ്പോയതാ, പിന്നെ വന്നില്ല കേട്ടോ. അതില് പിന്നെ ഈ അമ്മ എന്നും ഒറ്റയ്ക്കാന്നേ. മോനിങ്ങ് വന്നേ, അമ്മ ചോദിക്കട്ടെ. അവർ അവിടെ ഇരുന്ന് അവൻ അടുത്തേക്ക് വിളിച്ചു. അവൻ ആദ്യം ഒന്ന് അന്താളിച്ചു നിന്നുവെങ്കിലും മെല്ലെ അവരുടെ അടുത്ത് ചെന്നിരുന്നു. അല്ലേലും ചാവാനിറങ്ങിയവന് എന്ത് പേടിക്കാൻ. അവർ മെല്ലെ തന്റെ കീറിയ പാണ്ഡം തുറന്നു. അതിലൊരു മുട്ടായി ഉണ്ടായിരുന്നു. അതവന്റെ നേരെ നീട്ടി. മോനിത് കഴിച്ചോ? പണ്ട് കൂട്ടുകാർ ആരോ പറഞ്ഞിട്ടുണ്ട് ഇവരെ പറ്റി. മകൻ മരിച്ചതിൽ പിന്നെ സമനില തെറ്റിയതാണ്. അന്നു മുതൽ ഏതെങ്കിലും ആൺകുട്ടികളെ കണ്ടാൽ ഒരു മുട്ടായി കൊടുക്കും. എന്താ മോന് പറ്റിയത്? അമ്മയോട് പറ. അവരുടെ വാക്കുകൾ കേട്ട് അവൻ ഒരിക്കൽ പോലും കാണാത്ത സ്വന്തം അമ്മയാണതെന്ന് തോന്നി. അത് ഒന്നുമില്ല അമ്മേ, ഞാൻ വെറുതെ. അമ്മയ്ക്ക് മനസ്സിലാവും മോനെ, നമ്മുടെ ജീവിതത്തില് ഒത്തിരി നഷ്ടങ്ങളും തോൽവികളും ഉണ്ടാവും. നമ്മളതോർത്ത് ഒരിക്കലും തോറ്റുകൊടുക്കല്ലേട്ടോ, പിന്നെന്റെ ഗോപുവിന് പറ്റിയ പോലെ ആവും. അവർ ദൂരേക്ക് നോക്കി നിന്നു. അവൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. അല്ല അമ്മേ, ഞാൻ വെറുതെ. വേണ്ട, ഒന്നും പറയണ്ട. ഞാനും ഒരു അമ്മയല്ലേ. മോൻ പേടിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. ഇല്ലേ മോനും എന്നെപ്പോലെ ആവും ട്ടോ. അവർ വേഗം അവിടുന്ന് ചാടിയണീറ്റു. ഒരസൽ പ്രാന്തിയെ പോലെ പൊട്ടിച്ചിരിച്ചു. ധൃതിയിൽ എങ്ങോട്ടെന്നില്ലാതെ നടന്നകന്നു. അവനൊരത്ഭുതത്തോടെ അവരെ നോക്കി ആ തണുപ്പ് തിരുന്നു. അവരുടെ വാക്കുകൾ അവന്റെ മനസ്സിലൊരു തീക്കനൽ കൂരിയിട്ടിരുന്നു. താൻ ഒന്നുകൂടി ശ്രമിക്കണമായിരുന്നു. ശ്രീ അവളിനി ഒരു പക്ഷെ പെട്ടുപോയതാണെങ്കിൽ. അവൻ മെല്ലെ ആ മാല കയ്യിലെടുത്തു. അതിൽ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മോനെ, നമ്മൾ തോറ്റു എന്ന് നമ്മൾ സ്വയം പറയുന്നവരെ നമ്മൾ ഒരിക്കലും തോൽക്കില്ല. നമ്മൾ എങ്ങനെയെങ്കിലും പൊരുതണം. ഭാഗ്യം നമ്മൾ തേടി എത്തൂടാ. അച്ഛന്റെ വാക്കുകൾ അവന്റെ മനസ്സിൽ അലയടിച്ചു. അവളെ ഒന്നുകൂടി കാണാൻ അവന്റെ ഉള്ളിൽ മോഹം വന്നു. താൻ അവളെ വിട്ടുകൊടുക്കുന്നവരെ അവൾ തന്നെയാണ്, തന്നെ മാത്രം. അവൻ ആ അരുവിയുടെ ഓരം ചേർന്നോടി വണ്ടിയുടെ അടുത്തെത്തി. അവന്റെ തിരിച്ചുവരവ് കാത്ത് അവന്റെ ബുള്ളറ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. അവന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി കാത്തുവെച്ച മാല അവൻ നെഞ്ചോട് ചേർത്തു. ഒരുപക്ഷെ അവൾ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നെങ്കിലോ? അവൻ ആ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൂടെ കുതിച്ചു പാഞ്ഞു. അവൻ അവളുടെ വീടിന് താഴെയുള്ള വഴിയിൽ ബുള്ളറ്റ് വെച്ചു. ആ പടികൾ അവൻ ഓടിക്കയറി. നാളെയാണ് അവളുടെ കല്യാണം. അതിന്റെ ഭംഗി കാണാനുമുണ്ട്. എല്ലാവരും പന്തലിടുന്ന തിരക്കിലാണ്. നല്ല ബഹളമാണ്. അങ്ങിങ്ങായി കുരുത്തോലകൾ. കൊച്ചുകുട്ടികൾ ഓടിച്ചാടി നടക്കുന്നു. നല്ല പപ്പടത്തിന്റെ മണം വരുന്നുണ്ട്. അല്ല, ആരിത് അഭിജിത്തോ? അതിൽ പിന്നെ ഇങ്ങ് വന്നേയില്ലല്ലോ, എവിടായിരുന്നു? അവളുടെ അച്ഛൻ അവനെ കണ്ട് സന്തോഷിച്ചു. തിരക്കല്ലേ അച്ഛ? അവളെവിടെ? അകത്തുണ്ട് മോനെ, ഞാൻ വിളിക്കാം. അല്ലെങ്കിൽ മോനങ്ങ് കേറിച്ചെന്നോ, അച്ഛൻ ഇത്തിരി തിരക്കിലാണേ. ശരി അച്ഛ. അവൻ വേഗം അകത്തേക്ക് ഓടിക്കയറി. ശ്രീ, അവന് വിളിച്ചു. ജിത്തു, എന്താ ഇപ്പൊ ഇവിടെ? അവൾ തിളങ്ങുന്ന കണ്ണുകളോടെ അവനെ നോക്കി. എനിക്കൊരു കാര്യം അറിയണം. ഇപ്പൊ ഞാൻ വിളിച്ച നീ എന്റെ കൂടെ ഇറങ്ങി വരുമോ? അവൾ കണ്ണും തള്ളി ഒന്നും പറയാനാവാതെ നിന്നു. അവളൊന്ന് ആലോചിച്ച് നിന്നു. അത് ജിത്തു, ഇല്ല ജിത്തു, എനിക്ക് പറ്റില്ല. അതെന്താ? അച്ഛനോട് ഞാൻ സംസാരിക്കാം. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞാ നിന്റെ അച്ഛൻ സമ്മതിക്കാതിരിക്കില്ല. അതല്ല. അവൾ അവനെ തടഞ്ഞു. പിന്നെ ജോലിയാണോ? എനിക്ക് വില്ലേജ് ഓഫീസിൽ ജോലി ഇട്ടിടാ. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ജിത്തു, ഞാൻ പറയണത് കേക്കൂ. ഞാനും അനന്തവും 7 വർഷമായി ഇഷ്ടത്തിലാണ്. ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിലാണ് തറഞ്ഞത്. അവനൊന്നും മിണ്ടാനാവാതെ നിന്നു. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹീസ് ഫ്രം അമേരിക്ക. നീയോ ഈ കാട്ടുമുക്കിൽ പട്ടിക്കൂട് പോലുള്ള ആ വീട്ടിൽ നിന്റെ കൂടെ കഴിയാൻ എനിക്ക് ആവില്ല ജിത്തു. സോ പ്ലീസ് ലീവ് മീ. അപ്പോ ഞാൻ നമ്മുടെ പ്രണയം. അവന്റെ ശബ്ദം പുറത്തേക്ക് വരാതായി. നോക്ക് ജിത്തു, കോളേജിൽ അങ്ങനെയൊക്കെയാണ്. നീ എന്തിനാ അത് സീരിയസ് ആയി എടുത്തത്? ഇതൊക്കെ ഒരു തമാശയായി കണ്ട പോരായിരുന്നോ? അവൻ ദയനീയമായി അവളെ നിന്ന് നോക്കി. നോക്ക് ജിത്തു, നാളെ എന്റെ കല്യാണമാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്ട്രോയ് മൈ ഡേ. അവളുടെ വാക്കുകൾക്ക് നല്ല കാഠിന്യമുണ്ടായിരുന്നു. ജിത്തു ഒന്നും മിണ്ടിയില്ല. അന്ന് ആ മലമുകളിൽ വെച്ച് അച്ഛൻ അവനോട് പറഞ്ഞതാണ് ഒരിക്കലും അവളെ കരയിക്കില്ലേ എന്ന്.
പക്ഷേ ഇന്ന് അവൾ കാരണം ഞാൻ എന്നോട് ക്ഷമിക്കു സ്ത്രീ. അവൻ മെല്ലെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. അവൻ ബുള്ളറ്റിന്റെ താക്കോൽ പോക്കറ്റിൽ തപ്പി. മാല, അവൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന മാല. അവൻ മെല്ലെ കണ്ണുനീർ തുടച്ച് തിരിച്ചാ മുറിയിലേക്ക് കയറി. സ്ത്രീ, ഇനി എന്താ ജിത്തു നിനക്ക് വേണ്ടത്? ഒന്ന് പോയി തരുവോ? നിനക്ക് തരാൻ ഞാൻ കാത്തുവെച്ച ഒന്നുണ്ട്. അത് നീ വാങ്ങണം, എനിക്ക് വേണ്ടി. എന്തെന്ന് വെച്ച് തന്നിട്ട് പോ. ശല്യം. അവൻ മെല്ലെ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവന്റെ തഴമ്പിച്ച കൈ അവളുടെ മുഖത്ത് പതിച്ചു. അവളുടെ മുഖം ചുവന്നു തുടുത്തു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോ കിട്ടിയതും മതിയായി കാണുമല്ലോ അല്ലടി? എന്റെ നട്ടല് റബ്ബറല്ലടി. അവളും അവളുടെ ഒരു കൂപ്പിലെ കസിനും. അവൻ അവിടെ നിന്നും ഇറങ്ങി. അല്ല, മോൻ പോകുവാണോ? അവളുടെ അച്ഛനാണ്. അത് പിന്നെ എനിക്ക് നാളെ വരാൻ പറ്റില്ല അച്ഛാ. അതുകൊണ്ട് അവൾക്കുള്ള സമ്മാനം ഇന്ന് തന്നെ കൊടുക്കാൻ വന്നാ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് കൊടുത്തോ? തികഞ്ഞ നിഷ്കളങ്കതയോടെ അച്ഛൻ ചോദിച്ചു. കൊടുത്തിട്ടുണ്ട് അച്ഛാ. എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ, ചെറിയ ധൃതിയുണ്ടേ. എങ്കി ആയിക്കോട്ടെ മോനെ. അച്ഛൻ അവനെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു. അവൻ മെല്ലെ മുറ്റത്തേക്ക് നോക്കി. അവൾ നട്ടുവളർത്തിയ, തന്നെ നോക്കി പരിഹസിച്ച ആ പനിനീർ പൂവ് വാടിയിരിക്കുന്നു. ആ കൽപ്പടവുകൾ ഇറങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. അവന്റെ ബുള്ളറ്റ് അവിടെ ആരുടെയും മുന്നിൽ തോൽക്കാത്തവനെ പോലെ നിൽപ്പുണ്ടായിരുന്നു. മോനെ, ആണായി പിറന്ന ജീവിക്കുന്നതും മരിക്കുന്നതും ആണായി വിജയിച്ചുകൊണ്ടാവണം, നട്ടെല്ലോടെ. അച്ഛന്റെ വാക്കുകൾ അവന്റെ മനസ്സിൽ അലയടിച്ചു. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് നീങ്ങി. അവൻ പോകുന്നത് നോക്കി വാതിൽക്കൽ മുഖവും പൊത്തി അവൾ നിൽപ്പുണ്ടായിരുന്നു. നീ സങ്കടപ്പെടേണ്ട മോളെ, അവൻ എന്തെങ്കിലും അത്യാവശ്യം കാണുന്നേ. അതല്ലേ നാളെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് അവന് പിന്നെ ഒരു വിരുന്ന് നൽകാം. സ്നേഹമുള്ള ചെക്കനാ. അച്ഛൻ നടന്നൊന്നും അറിയാതെ അവളെ നോക്കി പറഞ്ഞു. അവന്റെ മുഖത്ത് ഒരു യുദ്ധം ജയിച്ചവന്റെ അഹങ്കാരമുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് അവൻ ശരണാലയത്തിൽ കയറി. എന്താ വരാൻ താമസിച്ചേ? അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശി ചോദിച്ചു. ഒന്നുമില്ല എന്റെ അമ്മേ, ഒരാൾക്കൊരു സമ്മാനം കൊടുക്കാൻ പോയതാ. പിന്നെ നിങ്ങൾക്കും ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ, പരിപ്പോടെയാണോ? അല്ല, ഒരു കുഞ്ഞു മാല. അത്രയും പറഞ്ഞ് ആ മാല അവർക്ക് നേരെ അവൻ നീട്ടി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, അവർ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയാതെ കൊച്ചെ, ചുമ്മാ പിള്ളേരെ പോലെ അവൻ അവരെ തലോടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ആ അമ്മയും മകനും ഇണങ്ങിയും പിണങ്ങിയും അവിടെ അങ്ങനെ ഇരുന്നു. സമയം പോയതറിഞ്ഞില്ല. എങ്കിലേ ഞാൻ ഇറങ്ങുമോ കാർന്നൂത്തി? മഴ പെയ്താ അമ്മയുടെ മോൻ നനഞ്ഞ് പനി പിടിക്കും. അമ്മയോട് ബൈ പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി. അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. വേഗം വീടെത്തണം, മഴക്ക് മൂടിയിട്ടുണ്ട്. ഇനി നാളെ മുതൽ പുതിയൊരു ജീവിതമല്ലേ. ജോലിക്കൊക്കെ പോയി നല്ല ഒരുത്തിയെ വീട്ടിൽ കൊണ്ടുവരണം. ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയപ്പോൾ അവൻ ഓർത്തു, പിറ്റേന്നൊരു പുതിയ ദിവസമായിരുന്നു. ഇന്നാണ് അവളുടെ കല്യാണം. ആ അധ്യായം അവസാനിച്ചു. നല്ല അസൽ പെണ്ണ്. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടല്ലോ, അവൻ മനസ്സിലോർത്തു. അവൻ കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകാൻ തയ്യാറായി. ഇന്നാണ് ജോയിൻ ചെയ്യേണ്ടത്. പോകുന്ന വഴിക്ക് അമ്പലത്തിലും ഒന്ന് കയറാൻ അവൻ തീരുമാനിച്ചു. ഒഴിവ് ദിവസമായതുകൊണ്ടാണ് എന്തോ അമ്പലത്തിൽ തിരക്കുറവായിരുന്നു. അഭിജിത്ത്, ഉത്രം. തിരുമേനി അവന്റെ പേരുള്ള വഴിപാട് അവന് നേരെ നീട്ടി. സുഖാണോ മോനെ? കണ്ടിട്ട് കുറെ ആയില്ലോ, തിരുമേനി ചോദിച്ചു. അതേലോ തിരുമേനി, വല്ലാത്ത സുഖം, അവൻ ഇളിച്ച മുഖത്തോടെ പറഞ്ഞു. സുഖം അന്വേഷിക്കാൻ വന്നേക്കുന്നു പരട്ടക്കിളവൻ. അവൻ മെല്ലെ പിറുവിറുത്തു. ആമി മഖം. തിരുമേനി അടുത്തയാളെ വിളിച്ചു. ഒരു പെൺകുട്ടി അവനെ നോക്കിക്കൊണ്ട് മുന്നോട്ടു പോയി. ഇവളാരടാ നമ്മളെ കണ്ണുരുട്ടി പീഡിപ്പിക്കാൻ? അവൻ മനസ്സിലോർത്തു. കിട്ടിയ തേപ്പിന്റെ ബലത്തിൽ അവൻ തിരിഞ്ഞുപോലും നോക്കാതെ പുറത്തേക്കിറങ്ങി. അവൻ വാച്ചിലേക്ക് നോക്കി. 9 മണിയായിരിക്കുന്നു. ഭഗവാനെ, ആദ്യ ദിവസം തന്നെ താമസിച്ചല്ലോ. അവൻ ഭഗവാനെ കുറ്റപ്പെടുത്തി വേഗം ബൈക്കിൽ കയറി. അഭിജിത്ത് ചേട്ടാ, ആരോ വിളിക്കുന്ന കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അകത്ത് വെച്ചണ്ട ആ പെൺകുട്ടിയാണ്. ഇനിയിപ്പോ അടുത്തത് എന്താ? ഒന്നാമതേ സമയം പോയി, അപ്പൊ ദേ അടുത്തത്. അവൻ മനസ്സിൽ ആരൊക്കെയോ പ്രാഗി. ചേട്ടന് മനസ്സിലായോ? അവനാകെ അന്താളിച്ചിരുന്നു. ഇതിപ്പോ ഈ കുരിപ്പ് എവിടുന്ന് പൊട്ടി വീണതാ? ഐ ആം സോറി, എനിക്ക് മനസ്സിലായില്ല. ഏട്ടൻ മഹാരാജസിലല്ലേ പഠിച്ചേ? അതെ, അത് ഇയാൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം ചേട്ടാ.